എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളെ അബ്ദുൾ റസാഖ് നിട്ടെ. ഇന്നത്തെ എപ്പിസോഡ് റസാഖ് ടോക്സ് ലെറ്റ്സ് ടോക്ക് എന്ന് പറയുന്ന ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒന്നുകൂടി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞിട്ട്, ഗുഡ് പീപ്പിൾ വിൽ നോട്ട് ഗെറ്റ് സക്സസ് ഇൻ ലൈഫ്, യു ഷുഡ് ബി ബോൾഡ് ഇനഫ് എന്ന് പറയാം. എന്താ വെച്ചാൽ മനുഷ്യന്മാർ നന്നായാൻ പോരാ, ആ കഴിവും ഉണ്ടാവണം. പിന്നെ ഒരു മനുഷ്യൻ്റെ നശിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ ബോംബോ മറ്റേതോ എന്ത് ആവശ്യമൊന്നുമില്ല. ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി ഒരു വാക്ക് മാത്രം മതി. അപ്പോൾ നമ്മൾ ഒരു ഡാമേജിങ് മൈൻഡ്, നമ്മളെ മൈൻഡ് സെറ്റ് ശരിയില്ലാതപ്പോൾ നമ്മൾ ഒരു വാക്ക് നമ്മളെ നാക്കിൻ്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് ശരിയാക്കണമെങ്കിൽ കുറേ സമയമെടുക്കും. സോ അപ്പോൾ ഇതിന് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ എപ്പോഴാണോ ദേശത്തിൽ, എപ്പോഴാണോ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ശരിയില്ല, എപ്പോഴാണോ നിങ്ങൾ സത്യത്തിൽ യു ആർ ഇൻ എ ഡിസ്റ്റർബ്ഡ് മൈൻഡ്, ടേക്ക് എ പോസ്. നിങ്ങളൊരു നിമിഷത്തേക്ക് ആലോചിക്കണം. ആലോചിച്ച് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ആഫ്റ്റർ ടോക്കിംഗ് യുവർ ലൗഡ് വൺസ് എന്ന് വെച്ചാൽ, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരുപാട് ആൾക്കാർ മനുഷ്യന്മാരല്ലേ, നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. വി ഹാവ് ലോട്ട് ഓഫ് കണക്ഷൻസ്, വി ഹാവ് ലോട്ട് ഓഫ് റിലേഷൻഷിപ്പ്. അത് നമ്മളെ ഫാമിലി ആയിട്ടിരിക്കട്ടെ, ഫ്രണ്ട്സ് ആയിട്ടിരിക്കട്ടെ, അப்புறம் പ്രൊഫഷണൽ ലൈഫ് ആയിരിക്കട്ടെ. അപ്പോൾ ഒരുപാട് ഞങ്ങൾക്ക് ഇടപാടുകളും ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഈ വഴിയിൽ നടന്നു വരുമ്പോൾ ഞങ്ങൾക്കൊരു ഡിഫറൻസസ് വരുമ്പോൾ ഞങ്ങൾ ഒറ്റയടിക്ക് എന്തെങ്കിലും എടുത്തിട്ട് പറയുക. അത് കാരണമായിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുക. പറഞ്ഞിട്ട് ചിന്തിക്കുന്നതിനാണ്, ചിന്തിച്ചിട്ട് പറയുന്നത് ഏറ്റവും നല്ലതാണ് എന്ന് പറയുന്നത് ഇന്നത്തെ എപ്പിസോഡിലു. ഇതിപ്പോൾ ഈ റെപ്പർകഷൻസ്, ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഞങ്ങൾ ഒരു കാര്യങ്ങൾ നമ്മൾ ഏതോ ഒരു മൈൻഡ് സ്റ്റേറ്റസിലുണ്ടാകുമ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പത്തെ എഫക്ട്സ് ആണ്. ഇൻ കേസ് ഇഫ് യു ഓപ്പൺഡ് അപ്പ് ഇൻ യുവർ ആംഗ്രി മൈൻഡ്, നിങ്ങളെ ആംഗ്രി മൈൻഡിൽ ഓപ്പൺ അപ്പ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, റെപ്പർകഷൻസ് ഒരേ വിപരീതം ഉണ്ടാവും. അതിന് നമുക്ക് ശരിയാക്കാൻ വേണ്ടി ജീവിതം മുഴുവൻ തിങ്കാക്കേണ്ടി വരും. സോ വാട്ട് ഐ മീൻ ടു സേ ടുഡേ ഈസ് ദാറ്റ് ബിഫോർ ഡൂയിങ് എനിത്തിങ്, ബിഫോർ യു ആർ എക്സ്പ്രസിങ് എനിത്തിങ്, വെൻ യു ആർ ആങ്കർ മൂഡ്, യു ഹാവ് ടു തിങ്ക്. യു ഹാവ് ടു നമ്മൾ ചിന്തിക്കുവാൻ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഉദ്ദേശം. പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിട്ട് ഒരാളിത് നമ്മൾ ജീവിതത്തിൽ പറ്റിക്കരുത്. സത്യം പറയുവാണെങ്കിൽ, ബൈ നോയിങ് യു ഷുഡ് നോട്ട് ചീറ്റ് എനി വൺ ഇൻ ലൈഫ്. നമുക്കറിയാതെ തെറ്റിപ്പെട്ടു പോകാനെങ്കിൽ ഓക്കെ, അതിനൊരു എക്സ്ക്യൂസ് ഉണ്ടാവും. പക്ഷേ ഒരാളിത് ജീവിതത്തിൽ അറിഞ്ഞിട്ട് നമ്മൾ പറ്റിച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഉപ്പ് കഴിച്ചതുപോലെയാണ്. എപ്പോഴാണ് നിങ്ങൾ ഉപ്പ് കഴിച്ചും ആ ഉപ്പ് കഴിച്ച് നിങ്ങൾ വെള്ളം കുടിക്കേണ്ടി വരും. സോ ഇഫ് യു ആർ ചീറ്റ് സമ്മൺ ഇൻറ്റൻഷനലി, നിങ്ങൾ അറിഞ്ഞിട്ട് ആദ്യം പറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കേണ്ടി വരും, ആ സമയം വരും. അതിനു വേണ്ടി ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട. ഒരാൾ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിട്ടും നമ്മൾക്ക് പറ്റിക്കരുത്. ജീവിതം നന്നായിട്ട് നമുക്ക് ചില ഡിഫറൻസസ് ഉണ്ടെങ്കിൽ അതിൻ്റെതായ വഴിക്ക് കൊണ്ടുപോകല്ലാതെ ഒരാൾ പറ്റിക്കാൻ നിൽക്കരുത്. പിന്നെ നിങ്ങളൊരു കാര്യം, ഞാനൊരു അവസാനത്തെ നിർത്താൻ പോന്നു. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളൊരു കാര്യം നമുക്ക് ഉണ്ടാവണോ, എനിക്ക് വേണു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഹാർട്ടും സോളും മനസ്സും സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഈ ലോകം നിങ്ങൾക്ക് ആ സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും. അതിന് പറയുന്നതാണ് പോസിറ്റീവ് ബിഹേവിയർ. യു ഷുഡ് ബി ഓൾവേസ് പോസിറ്റീവ്. നമുക്ക് ഒരിക്കലും ഒരു കാര്യം പറ്റത്തില്ല എന്ന് പറയാൻ പറ്റില്ല. ജീവിതത്തിൽ ഞങ്ങൾ സോൾഫുള്ളി, ഹാർട്ട്ഫുള്ളി, ഇഫ് യു ഡു എനിത്തിങ് ക്യാൻ ഹാപ്പൺ. സോ ഇഫ് യു ഡോണ്ട് ടോക്ക് യുവർ സെൽഫ്, നമ്മൾ സ്വന്തത്തിന് സംസാരിക്കാൻ നടക്കുന്നു. ഒരു ഇമ്പോർട്ടൻ്റ് ഞാൻ പറയാം എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ സ്വന്തത്തിനോട് സംസാരിക്കുന്നു. യു ഷുഡ് ടോക്ക് യുവർ സെൽഫ്. ഇഫ് യു ആർ നോട്ട് ടോക്കിംഗ് യുവർ സെൽഫ്, യു ആർ മിസ്സിംഗ് ടു ടോക്ക് എ പവർഫുൾ പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. നിങ്ങൾ ഒട്ടും പവർഫുൾ പേഴ്സണാണ്. യുവർ സെൽഫ് ഇസ് എ പവർഫുൾ പേഴ്സൺ. സോ എവറി ഡേ സ്റ്റാർട്ട് ടോക്കിംഗ് യുവർ സെൽഫ്. സോ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടത്തേക്ക് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദിയും കടപ്പാടും. എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. റസാഖ് ടോക്സ് ലെറ്റ്സ് ടോക്ക്.